ദിവസങ്ങളോളം സംസാരിക്കാതെ ഇരിക്കുന്ന പാർട്ട്നേഴ്സ് ഉണ്ട്. അതിലൊരു പാർട്ട്ണർക്ക് ഈ പാർട്ട്ണറുമായിട്ട് എത്രയും പെട്ടെന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ പ്രശ്നം സോൾവ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ മറുവശത്ത് നിൽക്കുന്ന പാർട്ട്ണർ ആവട്ടെ, ഒരു മാസം അല്ലെ 2 മാസം ആണെങ്കിലും തങ്ങൾക്ക് എന്താണ് വിഷമം ഉണ്ടായത്, അതേ ഒരു വിഷമവും ബുദ്ധിമുട്ടും പാർട്ട്ണറും അനുഭവിക്കണം എന്നുള്ള റിവെഞ്ച് മോഡിലായിരിക്കും നിൽക്കുന്നത്. പലപ്പോഴും ഇവര് കോംപ്രമൈസ് ചെയ്യുകയും സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയും ഇവരെ സോൾവ് ചെയ്യാനായിട്ട് ഒരു ബെഗ് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയാൽ പോലും ഈ ഒരു പ്രശ്നം സോൾവ് ആക്കാനായിട്ട് ഓപ്പോസിറ്റ് ചെയ്യുന്ന പാർട്ണർ തയ്യാറാകില്ല. പിന്നെ എപ്പോഴാണ് ഈ ഒരു പ്രശ്നം പിന്നെ സോൾവ് ആവുന്നത്? ഏതെങ്കിലും ഒരു ഒക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഫ്രണ്ട്സിന്റെ മുന്നിലും ഫാമിലിയുടെ മുന്നിലും തങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം പാർട്ട്ണറുമായിട്ട് സംസാരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ അത്രയും ദിവസങ്ങള് ആ പാർട്ണർ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ, ഒറ്റപ്പെടല്, തങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നൊരവസ്ഥ. പലപ്പോഴും തെറ്റ് ചെയ്തില്ലെങ്കിൽ കൂടിയും നിങ്ങളില്ലാതെ പറ്റില്ല, അല്ലെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്റെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചത്, ക്ഷമിക്കുമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് പോലും പലരും ഇവരെ ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടു കഴിഞ്ഞാല് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതുമായിട്ട് ശീലിക്കും. നിങ്ങളില്ലാതെയും മുന്നോട്ട് പോകാമെന്നുള്ള ഒരു കോൺഫിഡൻസിലോട്ട് ഇവർ എത്തിച്ചേരും.